ഗുഡ് മോർണിംഗ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. 10ാം ക്ലാസ്സിലേക്കാണല്ലോ. എങ്ങനെയുണ്ട് ക്വാറന്റൈൻ കാലമൊക്കെ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ഈ വർഷം നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം 10ാം തരം കഴിയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പാഠപുസ്തകങ്ങളൊക്കെ നന്നായി പഠിക്കാൻ തുടങ്ങുക. ഞാൻ ഫിസിക്സിലെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ താപഫലങ്ങൾ, അതാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇൻ അവർ ഡെയിലി ലൈഫ് we cannot imagine a single second without electricity. വൈദ്യുതി ഇല്ലാത്തൊരു നിമിഷത്തിനെ പറ്റി പോലും നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റില്ല. സപ്പോസ് യു ആർ വാച്ചിങ് ദ TV, your favorite game or movie is there. Suddenly current stops. What is your response? Can you imagine your response? You feel, I can't imagine, I can't express the words. So electricity is very useful as well as very common to normal people. So without electricity, വൈദ്യുതി ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറേ വൈദ്യുത ഉപകരണങ്ങളെ പറ്റി പറഞ്ഞു നോക്കാം. നിങ്ങൾ വീട്ടിലുള്ള വൈദ്യുത ഉപകരണം ഒന്ന് ലിസ്റ്റ് ചെയ്യും. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ: ഒന്ന് വൈദ്യുത ബൾബുണ്ട്, വൈദ്യുത ഫാനുണ്ട്, ഇസ്തിരിപ്പെട്ടിയുണ്ട്, വൈദ്യുത അടുപ്പുകളുണ്ട്, ഇൻഡക്ഷൻ കുക്കറുകളുണ്ട്. അതുപോലെ ഒരുപാട് ചില വീടുകളിലൊക്കെ സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാവും. കറണ്ട് പോയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേർട്ടർ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാവും. അതുപോലെ ഒരുപാട് വൈദ്യുത ഉപകരണം നമ്മളൊക്കെ വീട്ടിലുണ്ട്. നല്ല മിക്കവാറും എല്ലാ വീടുകളിലും ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് വൈദ്യുതി മൂലമാണ്. ഈ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ വൈദ്യുതോർജ്ജം കൊടുക്കുന്ന അവസ്ഥക്ക് വേണ്ടി നമുക്ക് വൈദ്യുതോർജ്ജം തന്നെയാണ് കിട്ടുക. അല്ല, ഡിഫറെന്റ് എനർജി, ഇലക്ട്രിക് എനർജി is converted into different forms of other energies. In 9th standard you have studied potential energy, kinetic energy, mechanical energy, heat energy, chemical energy, etc. etc. Different forms of energies are there. You have studied law of conservation of energy. What is law of conservation of energy? Energy can neither be created nor be destroyed. We can convert one form of energy into another form. Energy can neither be created. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു ഊർജ്ജരൂപത്തെ മറ്റൊരു ഊർജ്ജരൂപമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരു ഊർജ്ജരൂപത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റാൻ പറ്റും. എല്ലാവരും നോട്ട് റെഡിയാണ്? സയൻസ് റെഡി അല്ലേ? ഞാൻ ഒരു ഉപകരണത്തിന് പേര് പറയാം. ഫസ്റ്റ് ഇലക്ട്രിക് ബൾബ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഹിയർ? ഇവിടെ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഉണ്ട്. ഇഫ് യു പ്രസ് ദ സ്വിച്ച്, വാട്ട് ഹാപ്പൻസ്? The bulb glows. We are supplying electrical energy. And the bulb glows means we get light energy. A small portion of heat energy is there. Here, electrical energy is converted into light energy. ഇവിടെ വൈദ്യുത ഊർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റാൻ ചെയ്യും. Suppose if you press the fan switch, what happens? If you press the switch, ഇടുന്ന അവസരത്തിൽ the fan started rotating. സ്വിച്ച് ഇടുന്ന ഫാൻ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഉണ്ടാകും ഊർജ്ജമാറ്റം എന്താ? ഇപ്പം രണ്ടാമത് എഴുതിക്കൂടാ, വൈദ്യുത ഫാൻ. ഊർജ്ജമാറ്റം പറഞ്ഞൂടാ. വെറുതെ നമ്മൾ ആ കറങ്ങുന്നത് മാത്രം എഴുതിയാൽ പറയാം. ഏത് എനർജിയാണ് കൊടുക്കുന്നതാണ്? ഏത് എനർജി കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അതാണ് മെക്കാനിക്കൽ എനർജി. ഇവിടെ വൈദ്യുത ഊർജം യാന്ത്രിക ഊർജ്ജമാണ്. ഒരു ഇസ്തിരിപ്പെട്ടി എടുക്കുകയാണെങ്കിലോ, അടുത്ത എഴുതിക്കുള്ള അയൺ ബോക്സ്, അവിടെ ഉണ്ടാകും ഊർജ്ജം മാറ്റുന്ന എഴുതിയാട്ടെ. വൈദ്യുത ഊർജം താപോർജ്ജമാണ്. See the difference?
ഇവിടെ വൈദ്യുതോർജ്ജത്തെ മാറി താപോർജ്ജം. ഇത് നമ്മൾ നോക്കുന്നത് സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയിൽ ബൈ ചാർജ് ചെയ്യുന്ന അവസരത്തിൽ we are supply electric energy. In this case, electric energy is converted into chemical energy. Electric energy is converted into chemical energy. ഇവിടെ വരുന്നത് വൈദ്യുതോർജ്ജം രാസോർജ്ജമാണ്. While charging, while discharging, what happens? While discharging, chemical energy is converted into electric energy. Remember the point. In these occasions, ഈ അവസരങ്ങളിലൊക്കെ വൈദ്യുതോർജ്ജത്തെ നമ്മൾ എന്താക്കി? പ്രകാശോർജ്ജമാക്കി മാറ്റി, യാന്ത്രികോർജ്ജമാക്കി മാറ്റി, താപോർജ്ജമാക്കി മാറ്റി, അതുപോലെ തന്നെ നമ്മൾ അവസാനം രാസോർജ്ജമാക്കി മാറ്റി. ഇവിടെ എന്ത് ചെയ്തുള്ളത്? ഇലക്ട്രിക് എനർജി is converted to different other forms of energy. നമ്മൾ according to law of conservation of energy can neither be created nor be destroyed. ഇവിടെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജം, പ്രകാശോർജ്ജം. അപ്പൊ ഇവിടെ വരുന്നൊരു ചോദ്യം, ഇതിൽ ഏത് ഫലമാണ് വൈദ്യുതിയുടെ ഏത് ഫലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ചോദ്യം വരുന്നത്. Which effect of electric current is used here? Which effect? വളരെ സിമ്പിളായി നമുക്ക് പറയാം. ഇഫ് യു നമ്മൾ സ്വിച്ച് ഇടുകയാണെങ്കിൽ സ്വിച്ച് ഇടുന്ന അവസരത്തിൽ സംഭവിക്കും, ബൾബ് കത്തുന്നു. അപ്പൊ നമുക്ക് ഉപയോഗപ്രദമായിട്ട് കിട്ടുന്ന ഏതാണ്? പ്രകാശം. അപ്പോൾ വിച്ച് ഇഫക്റ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ? ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് ഹിയർ. എന്താണ്? ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ലൈറ്റിംഗ് ഇഫക്റ്റ്. ഒന്നുകൂടെ പറയാം, ഒരു വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോൾ when an electric bulb glows, electric energy is converted into light energy. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വിച്ച് ഇഫക്റ്റ്, ഏത് ഫലമാണ് അവിടെ വരുന്നത് നോക്കിയാൽ എന്താണ്? നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമായിട്ട് വരുന്നത് പ്രകാശമാണ് കൂടുതൽ കിട്ടുന്നത്, കുറച്ച് താപം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏത് ഇഫക്റ്റ് എന്ന് പറയേണ്ടത്? ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ദർ. ഇങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പറയട്ടെ. നമുക്ക് പറയാൻ പറ്റുമോ? നോക്കാം. ഫാൻ സ്വിച്ച് കൊടുക്കുന്നു. ഏത് ഊർജ്ജം നമ്മൾ കൊടുക്കുന്നത്? വൈദ്യുതോർജ്ജം. ഇവിടെ ഏത് ഊർജ്ജമായി മാറുന്നു? യാന്ത്രിക ഊർജ്ജമായി മാറുന്നു, അതായത് കറങ്ങുന്നു. അപ്പൊ ഏത് ഫലമായിരിക്കും? ശരിയാണല്ലോ, യാന്ത്രിക ഫലം. When fan rotates, electric energy is converted into mechanical energy. Which effect is there? Mechanical effect is there. Mechanical effect. Third one, iron box, istiripatti. Electric energy is converted into heat energy. ചൂടാണ് കിട്ടുക. What is electrical effect? അതാണ് heating effect. Heating effect of electric current. In a storage battery, by charging, electric energy is converted into chemical energy. So what is effect in electrical effect? Useful effect, chemical effect. അപ്പോൾ വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോൾ ഏതാണ് വൈദ്യുതി? ഏത് ഫലമാണ്? വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശമാണ്. ഫാൻ കറങ്ങുകയാണെങ്കിൽ വൈദ്യുതി ഏത് ഫലമാണ്? യാന്ത്രികം. ഒരു ഇസ്തിരിപ്പെട്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൈദ്യുതി ഏത് ഫലമാണ് അവിടെ ഉപയോഗിക്കുന്നത്? താപഫലം. സ്റ്റോറേജ് ബാറ്ററിയിൽ ഏത് ഫലമാണ്? രാസഫലം. ഇങ്ങനെ വൈദ്യുതി ഉപയോഗിക്കുന്ന അവസരത്തിൽ വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഫലങ്ങൾ വരുന്നത്. താപഫലമുണ്ട്, പ്രകാശഫലമുണ്ട്, രാസഫലമുണ്ട്, യാന്ത്രിക ഫലമുണ്ട്. ഈ ചാപ്റ്റർ നമ്മുടെ ഇഫക്ട്സ് ഓഫ് എന്താണ്? ഇലക്ട്രിക് കറണ്ട്, ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, താപഫലത്തിനെ പറ്റി പറയും. ഇനി വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ താപം ഉണ്ടാകുന്ന ഒരു ഉപകരണത്തിന് പേര് പറയട്ടെ. ഒന്ന് അയൺ ബോക്സ്, രണ്ട് കുക്കറുണ്ട്, വേറൊന്ന് പലരും കണ്ടിട്ടുണ്ടാവും സോൾഡറിങ് അയൺ ഉണ്ട്, സോൾഡറിങ് അയൺ. നാലാമത് വീട്ടിലുള്ള ഫ്യൂസൊക്കെ ഉണ്ട്. ഫ്യൂസ് എന്താ ചെയ്യുക? നമുക്ക് പിന്നീട് വരുന്ന ഭാഗത്ത് കൂടുതലായി പിടിക്കരുത്. കൂടുതൽ ചൂടാകുന്ന അവസരത്തിൽ എന്ത് ചെയ്യുക? കത്തിപ്പോവുകയും അവിടെ എന്താണത്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വൈദ്യുതിയുടെ താപഫലത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്ന അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വൈദ്യുതി, കരണ്ട് ഏതക്ഷരം കൂടെ സൂചിപ്പിക്കാം?
I എന്ന് പറഞ്ഞ അക്ഷരമാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. I. What is the unit of current? Current unit എന്താണ്? Ampere. It is represented like a capital letter A. മറക്കരുത്. വൈദ്യുത പ്രവാഹ തീവ്രത അത് സൂചിപ്പിക്കുന്ന അക്ഷരം I ആണ്. അതിന്റെ യൂണിറ്റ് ഏതാണ്? ആംപിയർ. പ്രതിരോധം റെസിസ്റ്റൻസ് R. അതിന്റെ യൂണിറ്റ് ഏതാണ്? ഓം. ഓം. എട്ടാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചേ ഓം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. അതിന്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട് ആണ്. വോൾട്ട്. ഇത് മൂന്ന് ഉപയോഗിച്ചുള്ള ഒരു നിയമം നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഓംസ്. ഓംസ് അതിന്റെ ഷോർട്ട് ഫോം മാത്രം പറയാം. V by I equals R. V by I equals R. What is V? Potential difference. Mathematical form of Ohm's law. V potential difference. I current. R resistance. ഇത് ഓർക്കാനുള്ള വിദ്യ നോക്കുക. ട്രയാങ്കിൾ V I R. If you want to find V ആണ് കാണേണ്ടതെങ്കിൽ V equals I into R. IR. V equals I into R. കറണ്ട് ആണ് കാണേണ്ടതെങ്കിൽ എന്ത് കിട്ടും? I equals V by R. I equals V by R. V by R. റെസിസ്റ്റൻസ് ആണ് കാണേണ്ടതെങ്കിൽ R equals V by I. R equals V by I. What is unit of potential difference? Volt. I current. R resistance. Unit of potential difference volt. Unit of current ampere. Unit of resistance ohm. Ohm's law mathematical representation is V by I equals R. When you know that Q represents the quantity of charge. Quantity of charge. If the unit of charge is coulomb, unit of charge is coulomb. ഇങ്ങനെ പറയാൻ കാരണം 8ലും 9ലും ഒക്കെ പഠിച്ചതുകൊണ്ടാണ്. ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? കൂളോം. If the time taken to move the charge is t seconds, t സെക്കൻഡ് കൊണ്ടാണ് ഈ ചാർജ് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ സൂത്രവാക്യം I equals Q by T. I equals Q by T. I equals Q by T. What is Q? The quantity of charge flowing in unit time. അപ്പോൾ I equals എന്താണ്? Q by T. Q, what is Q? Charge. What is unit of charge? Coulomb. I current. T time. ഇത് വരുന്ന അവസരത്തിൽ what is Q? Q equals I into T. Q equals I into T. I is equal to Q by T. Cross multiply. Q equals I into T. What is Q? Quantity of charge. Unit of charge is coulomb. If suppose Q coulomb of charge is moving from one point to another, one point to another point in a potential difference of 1 volt. Can you say what is the work done? The work done W equals Q. Why? W equals Q. What is Q? Quantity of charge. Here the Q, the 1 to Q coulomb, the charge is Q. ഇവിടെ വൈദ്യുത ചാർജ് Q, quantity of charge Q എടുത്തു.
ചാർജിൻ്റെ യൂണിറ്റ് കൂളം എന്ന് പറഞ്ഞു. അപ്പോൾ I ഈക്വൽസ് Q/T, I ഈക്വൽസ് Q/T. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഈ വൈദ്യുത ചാലകത്തിൽ കൂടി വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ഒരു നിക്രോൺ കമ്പി എടുക്കുക. നിക്രോൺ കമ്പി കണ്ടോ? നിക്രോൺ കമ്പി. നിക്രോണിന് റെസിസ്റ്റൻസ് പ്രതിരോധം കൂടുതലാണ്. അത് നമ്മൾ സർക്യൂട്ട് കൊടുക്കുന്ന അവസരത്തിൽ നിക്രോൺ കമ്പി ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കും. ഈ ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിൽ ചിലർക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് നിക്രോൺ കമ്പി മാത്രം ചൂടാകുന്നത്? നമുക്കറിയാം, നമ്മളെ വീട്ടില് വയറിങ്ങിലൊക്കെ കയ്യിലുള്ള കൂടി കമ്പി ഇങ്ങനെ ധാരാളം ഉണ്ട്. ആ കമ്പി ചൂടാകുന്നുണ്ടോ? ആ സ്ഥലത്ത് വെച്ചിട്ടല്ലേ നമ്മൾ പ്ലഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ഹീറ്ററും അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടിയൊക്കെ വെക്കുന്നത്? ഏത് മാത്രമേ നന്നായി ചൂടാകുന്നുള്ളൂ? ഇസ്തിരിപ്പെട്ടിയിലെ ചൂടാകുന്നുള്ളൂ? അല്ല ഒട്ടാകെ വയറൊന്നായിട്ട് ഗംഭീരം ചൂടാകുമോ? അപ്പം അതിനെന്തൊരു കാരണം ഉണ്ടാകും. ആ കാരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കാം. എന്താണ് റെസിസ്റ്റൻസ് കൂടുന്ന അവസരത്തിലുള്ള കാര്യങ്ങൾ, കറണ്ട് കൂടുന്ന അവസരത്തിൽ എന്താണ് ജൂൾസ് ലോ, ഇത്തരം കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് എല്ലാവരും നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് അതിലെ വർഷീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ